ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് പച്ചടി. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ ഒരൊറ്റ അരപ്പിൽ 2 സൂപ്പർ പച്ചടികൾ, ബീറ്റ്റൂട്ട് പച്ചടിയും വെള്ളരിക്ക പച്ചടിയും വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബീറ്റ്റൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള 2 ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. 2 വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഈ കുക്കർ തുറന്നിട്ട് ഇതിൽ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളൊക്കെ ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളം കളയരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഈ ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചൂടാറി വന്നതിന് ശേഷം ആ കഷ്ണങ്ങൾ മാത്രം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാതെ ചെറിയൊരു തരിയോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി ഈ ബീറ്റ്റൂട്ടിൻ്റെ പേസ്റ്റ് മുഴുവനായിട്ടും ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറിൽ ബാക്കി നിൽക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ പേസ്റ്റ് കളയാതെ എടുക്കാനായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് വേവിച്ചെടുത്ത വെള്ളമില്ലേ അത് ഈ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജാറൊന്ന് കഴുകിയിട്ട് അതും ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൽ വെള്ളം മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. സദ്യ റെസിപ്പീസൊക്കെ നമ്മൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത് ഒഴുകി പോകരുത്. ഇലയിൽ വെച്ചാൽ വെച്ചെടുത്ത് അവിടെ ഇരിക്കണം. അങ്ങനെ വെള്ളമില്ലാതെ കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. നമ്മളിവിടെ 2 പച്ചടിയാണല്ലോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 2ലേക്കും കൂടിയുള്ള അരപ്പ് ഞാൻ ഒന്നിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും എരിവിന് ആവശ്യമായ പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് കടുക് നല്ലതുപോലെ അരഞ്ഞു പോവാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അധികം വെള്ളമില്ലാതെ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ബീറ്റ്റൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഈ 2 പച്ചടിയിലേക്കും കൂടി 1.5 കപ്പ് തേങ്ങയല്ല അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ അരപ്പിൽ നിന്നും 1/2 കപ്പ് തേങ്ങ അരച്ചത് ഈ ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് വെള്ളരിക്ക പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ ആ റോ ടേസ്റ്റ് മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയിട്ട് എടുക്കുക. നമ്മൾ ഈ ബീറ്റ്റൂട്ട് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ ആ തേങ്ങയുടെ റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹാൻഡ് വിസ്കോ കൊണ്ട് ഇതിലെ കട്ടയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. തൈര് മിക്സിയിൽ അടിച്ചെടുക്കരുത് കേട്ടോ, ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ തൈര് വെള്ളം പോലെ ആവും. അപ്പോൾ നമ്മുടെ പച്ചടിയും ലൂസായി പോവും. ഞാനിതിലെ പുളിയൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈരും ആവരുത്, എന്നാൽ ഒട്ടും പുളിയില്ലാത്തതും ആവരുത്. ഒരു മീഡിയം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചൊഴിച്ച് കൊടുക്കണം. അത് നമ്മൾ ലാസ്റ്റ് 2 പച്ചടിയിലേക്കും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മുടെ 2ാമത്തെ പച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്.
ഇനി ഈ വെള്ളരിയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിതൊരു മൺചട്ടിയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലൊരു വിസിലടുപ്പിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും അരക്കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ വെള്ളരിക്ക വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, കാരണം വെള്ളരിക്കയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ വെള്ളരിക്ക നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. നമ്മൾ ഈ വെള്ളരിക്കയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇതുപോലെ തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായി തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു മീഡിയം പുളിയുള്ള 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ തൈരിൻ്റെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 പച്ചടിയിലേക്കുമുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ബീട്രൂട്ട് പച്ചടി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കണ്ട, ആ ബീട്രൂട്ടിൻ്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നല്ല തിക്കായിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ 2 പച്ചടിയിലേക്കുമുള്ള താളിപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു കുഞ്ഞ് ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നാടൻ റെസിപ്പീസൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്നും പകുതി നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടിയിലേക്കും ബാക്കിയുള്ളത് വെള്ളരിക്ക പച്ചടിയിലേക്കും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ 2 പച്ചടിയും തയ്യാറാക്കി എടുത്തത്. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം കേട്ടോ പച്ചടി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ പച്ചടി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. സദ്യ സ്പെഷ്യൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്